ഒരു ഇത് വന്നു. പാളയം ഇമാം എല്ലാവരെയും ഒന്ന് പലസ്തീനോട് ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റ്. ഇങ്ങനെ വിളിച്ചു കൂവുന്നവരോട് ഒരു ചോദ്യം. പഹൽഗാമിൽ ഇറാൻ അമേരിക്ക ആണവ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞ സാഹചര്യത്തിൽ ഉടൻ ഇസ്രായേൽ വിടാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്ക. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് നിർദ്ദേശം. അമേരിക്ക ഇറാനെതിരെ വൻ ആക്രമണത്തിനാണ് പദ്ധതിയിടുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അത്യാവശ്യമല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും ഉടൻ ഇസ്രായേൽ വിടണം. ഇസ്രായേലിലേക്കുള്ള അനാവശ്യ യാത്ര ഒഴിവാക്കാനും അമേരിക്ക പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബി എംബസി ജീവനക്കാർക്കായി സന്ദേശത്തിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചർച്ചകളുടെ 4ാം ഘട്ടം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. തുടർച്ചയായി ഖമനേയിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് തീർത്തും അജ്ഞാതമായ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഖമനേയിയെ മാറ്റാൻ ഇറാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പോലും അറിവില്ലാത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിവുള്ള ഏതോ ഒരു അജ്ഞാത ഭൂഗർഭ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഖമനേയിയെ മാറ്റിയത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഉന്നതരും ചില പ്രധാനപ്പെട്ട മുൻ നേതാക്കളും അടങ്ങിയ സംഘത്തിന്റെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിലാണ് ഖമനേയിയെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും സുരക്ഷിതമായ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. ഈ കേന്ദ്രത്തെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന് പോലും അറിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഖമനേയിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വലിയ ചാവേർ ആക്രമണം ഉണ്ടായത്. MEK എന്ന സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം ലക്ഷ്യമിട്ടത് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഖമനേയിയാണ് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. MEKയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. തുടർച്ചയായി ഖമനേയിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് തീർത്തും അജ്ഞാതമായ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഖമനേയിയെ മാറ്റാൻ ഇറാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പോലും അറിവില്ലാത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിവുള്ള ഏതോ ഒരു അജ്ഞാത ഭൂഗർഭ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഖമനേയിയെ മാറ്റിയത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഉന്നതരും ചില പ്രധാനപ്പെട്ട മുൻ നേതാക്കളും അടങ്ങിയ സംഘത്തിന്റെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിലാണ് ഖമനേയിയെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും സുരക്ഷിതമായ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. ഈ കേന്ദ്രത്തെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന് പോലും അറിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഖമനേയിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വലിയ ചാവേർ ആക്രമണം ഉണ്ടായത്. MEK എന്ന സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം ലക്ഷ്യമിട്ടത് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഖമനേയിയാണ് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. MEKയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. തുടർച്ചയായി ഖമനേയിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് തീർത്തും അജ്ഞാതമായ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഖമനേയിയെ മാറ്റാൻ ഇറാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പോലും അറിവില്ലാത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിവുള്ള ഏതോ ഒരു അജ്ഞാത ഭൂഗർഭ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഖമനേയിയെ മാറ്റിയത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഉന്നതരും ചില പ്രധാനപ്പെട്ട മുൻ നേതാക്കളും അടങ്ങിയ സംഘത്തിന്റെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിലാണ് ഖമനേയിയെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും സുരക്ഷിതമായ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. ഈ കേന്ദ്രത്തെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ്
മസൂദ് പെഷസ്കിയാന് പോലും അറിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഖമനേയിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വലിയ ചാവേർ ആക്രമണം ഉണ്ടായത്. MEK എന്ന സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം ലക്ഷ്യമിട്ടത് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഖമനേയിയാണ് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. MEKയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. തുടർച്ചയായി ഖമനേയിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് തീർത്തും അജ്ഞാതമായ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഖമനേയിയെ മാറ്റാൻ ഇറാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പോലും അറിവില്ലാത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിവുള്ള ഏതോ ഒരു അജ്ഞാത ഭൂഗർഭ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഖമനേയിയെ മാറ്റിയത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നതരും ചില പ്രധാനപ്പെട്ട മുൻ നേതാക്കളും അടങ്ങിയ സംഘത്തിന്റെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിലാണ് ഖമനേയിയെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും സുരക്ഷിതമായ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. ഈ കേന്ദ്രത്തെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന് പോലും അറിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഖമനേയിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വലിയ ചാവേർ ആക്രമണം ഉണ്ടായത്. MEK എന്ന സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം ലക്ഷ്യമിട്ടത് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഖമനേയിയാണ് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. MEKയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ് എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. തുടർച്ചയായി ഖമനേയിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് തീർത്തും അജ്ഞാതമായ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഖമനേയിയെ മാറ്റാൻ ഇറാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് പോലും അറിവില്ലാത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിവുള്ള ഏതോ ഒരു അജ്ഞാത ഭൂഗർഭ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഖമനേയിയെ മാറ്റിയത് എന്നുള്ള സൂചന. പുണ്യമാസമായാൽ ഗാന്ധി ഭവനിലെ അന്തേവാസികൾ പാകിസ്ഥാനെതിരെ താലിബാൻ. പുണ്യമാസമായാൽ ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് യൂസഫ് അലിയുടെ ഒരു സ്നേഹക്കരുതൽ എത്താറുണ്ട്. അതിന് ഇക്കുറിയും മാറ്റമില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1 കോടിയുടെ ചെക്ക് കൈമാറി യൂസഫ് അലി. ഇതോടെ കൈമാറിയത് 12 കോടി രൂപയാണ്. റംസാൻ നോമ്പുകാലത്ത് പത്തനാപുരം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്നേഹകരങ്ങളുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഗാന്ധി ഭവനിലെ അന്തേവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കുമാണ് 1 കോടി രൂപയുടെ സഹായം കൈമാറിയിരിക്കുന്നത്. വർഷങ്ങളായി MA യൂസഫ് അലി നൽകി വരുന്ന സഹായം പതിവ് തെറ്റിക്കാതെയാണ് പുണ്യ റംസാൻ മാസത്തിലും എത്തിച്ചത്. 12 കോടിയുടെ സഹായമാണ് ഇതുവരെ ഗാന്ധി ഭവന് MA യൂസഫ് അലി കൈമാറിയത്. 1500ഓളം അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത്. ഇവരിൽ രോഗബാധിതരായവരും മാനസിക വെല്ലുവിളി നേരിടുന്നവരും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളുമാണ് ഏറെയും. ഇവരുടെ ഭക്ഷണം, മരുന്നുകൾ, ആശുപത്രി ചികിത്സ, വസ്ത്രം, സേവന പ്രവർത്തകരുടെ വേതനം, മറ്റു ചിലവുകൾ ഉൾപ്പെടെ പ്രതിദിനം 3 ലക്ഷം രൂപയിലധികമാണ് ചിലവുള്ളത്. റംസാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് 1 കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധി ഭവന് MA യൂസഫ് അലി നൽകി വരുന്നത്. പുണ്യമാസമായാൽ ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് യൂസഫ് അലിയുടെ ഒരു സ്നേഹക്കരുതൽ എത്താറുണ്ട്. അതിന് ഇക്കുറിയും മാറ്റമില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1 കോടിയുടെ ചെക്ക് കൈമാറി യൂസഫ് അലി. ഇതോടെ കൈമാറിയത് 12 കോടി രൂപയാണ്. റംസാൻ നോമ്പുകാലത്ത് പത്തനാപുരം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്നേഹകരങ്ങളുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഗാന്ധി ഭവനിലെ അന്തേവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കുമാണ് 1 കോടി രൂപയുടെ സഹായം കൈമാറിയിരിക്കുന്നത്. വർഷങ്ങളായി MA യൂസഫ് അലി നൽകി വരുന്ന സഹായം പതിവ് തെറ്റിക്കാതെയാണ് പുണ്യ റംസാൻ മാസത്തിലും എത്തിച്ചത്. 12 കോടിയുടെ സഹായമാണ് ഇതുവരെ ഗാന്ധി ഭവന് MA യൂസഫ് അലി കൈമാറിയത്. 1500ഓളം
അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത്. ഇവരിൽ രോഗബാധിതരായവരും മാനസിക വെല്ലുവിളി നേരിടുന്നവരും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളുമാണ് ഏറെയും. ഇവരുടെ ഭക്ഷണം, മരുന്നുകൾ, ആശുപത്രി ചികിത്സ, വസ്ത്രം, സേവന പ്രവർത്തകരുടെ വേതനം, മറ്റു ചിലവുകൾ ഉൾപ്പെടെ പ്രതിദിനം 3 ലക്ഷം രൂപയിലധികമാണ് ചിലവുള്ളത്. റംസാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് 1 കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധി ഭവന് MA യൂസഫ് അലി നൽകി വരുന്നത്. പുണ്യമാസമായാൽ ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് യൂസഫ് അലിയുടെ ഒരു സ്നേഹക്കരുതൽ എത്താറുണ്ട്. അതിന് ഇക്കുറിയും മാറ്റമില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1 കോടിയുടെ ചെക്ക് കൈമാറി യൂസഫ് അലി. ഇതോടെ കൈമാറിയത് 12 കോടി രൂപയാണ്. റംസാൻ നോമ്പുകാലത്ത് പത്തനാപുരം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്നേഹകരങ്ങളുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഗാന്ധി ഭവനിലെ